മലയാളിയായ സി സദാനന്ദൻ കേന്ദ്ര മന്ത്രിസഭയിലെത്തുമോ? കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ചിലപ്പോൾ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചിരുന്നു. ഇതൊക്കെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് എന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. കേരളത്തിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ സുരേഷ് ഗോപി മാത്രമാണുള്ളത്. ഇതുവരെ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ തൻ്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒഴിവിൽ മറ്റൊരു മലയാളി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാം. ഇപ്പോഴത്തെ നിലയിൽ പുതിയൊരാളെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് മന്ത്രിയാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നിലവിൽ രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന സി സദാനന്ദന് മന്ത്രിസഭയിലേക്കൊരു സാധ്യത തെളിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യസഭയിൽ ഒരിക്കൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വളരെ പ്രശംസനീയമായ രീതിയിൽ സദാനന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ CPM കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ടുള്ള നരവേട്ടയ്ക്കും അതിനെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സി സദാനന്ദൻ മാസ്റ്റർക്ക് ഒരു മന്ത്രിസഭാ അംഗമാവാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നവംബറിൽ വരുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം നേടിയ ആൾക്ക് 6 മാസത്തിനുള്ളിൽ രാജ്യസഭ അംഗമായാൽ മതി. അതുകൊണ്ട് തന്നെ അടുത്ത നവംബറിൽ നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യസഭയിൽ കയറിയാലും മതി എന്നുള്ളൊരു പ്രൊവിഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജ്യസഭയിൽ ഇല്ലാത്ത ആൾക്ക് പോലും കേന്ദ്ര മന്ത്രിസഭയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. അതേസമയത്ത് ചില BJP നേതാക്കൾ പറയുന്നത് ജൂലൈ 21-നോ 29-നോ ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിന് ശേഷം മാത്രമേ പുനഃസംഘടന ഉണ്ടാവൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പല പേരുകളും മാധ്യമങ്ങളിലൂടെ ശക്തിയായിട്ട് പ്രചരിക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പുതുതായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളുടെ പേരുകൾ. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് BJP പലരെയും മന്ത്രിസഭയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളൊക്കെ പറയുന്ന ആളുകളുടെ പേരുകൾ അത് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആ പദവിയിൽ നിന്ന് ഒഴിവാകുമെന്ന സൂചന മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പകരം അവർ മാനവശേഷി മന്ത്രിയാവുകയും മാനവശേഷി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല നോക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമെന്ന സൂചനകളും അദ്ദേഹം പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. അതേസമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിൽ പരീക്ഷാ സംവിധാനം വീണ്ടും നല്ല രീതിയിൽ നടത്തിയതിൻ്റെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാനെ നിലനിർത്തും എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതേസമയത്ത് തന്നെ റിസർവ് ബാങ്ക് മുൻ ഗവർണറും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഉപദേശകരുമായ ശക്തികാന്ത് ദാസിനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുമെന്നുള്ള സൂചനയും ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നുണ്ട്. പഞ്ചാബിൽ BJP ഇത്തവണ വളരെ ശ്രദ്ധ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ്. ബംഗാളിന് ശേഷം പഞ്ചാബാണ് BJP കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. പഞ്ചാബിൽ നിന്നുള്ള പല നേതാക്കളും സുനിൽ ജക്കാർ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലുള്ള കേന്ദ്രമന്ത്രി രവണീത് സിംഗ് ബിട്ടു അദ്ദേഹത്തിൻ്റെയും കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടില്ല. പഞ്ചാബിൽ നിന്ന് പുതിയ സിഖ് നേതാക്കൾ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. 2014 മുതൽ ഹർസിമ്രത് കൗർ പഞ്ചാബിലെ പ്രമുഖ നേതാവ് മുൻ മുഖ്യമന്ത്രിയുടെ മകളായ ഹർസിമ്രത് സിംഗ് കൗർ ആയിരുന്നു പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി. പക്ഷേ 2020 BJP അകാലിദൾ ബന്ധം വഷളായ സമയത്താണ് അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. അതിനുശേഷം ഒരു അകാലിദൾ നേതാവ് മന്ത്രിസഭയിലില്ല. ഇനിയും അകാലിദളിലെ നേതാക്കൾ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ പഞ്ചാബിൽ നിന്നുള്ള നേതാക്കൾക്കുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല നേതാക്കളുടെയും പേരുകളാണിപ്പോൾ പരിഗണിക്കുന്നത്. അതേപോലെ BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് അദ്ദേഹം മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കുന്നു എന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിൽ കാര്യമായ ഭിന്നിപ്പുണ്ടാക്കി പുറത്തു വന്ന രാജ്യസഭാംഗങ്ങളിൽ ഒരാളാണ് രാഘവ് ചദ്ദ. ആ രാഘവ് ചദ്ദയെ പഞ്ചാബിൽ നിന്നുള്ള മന്ത്രിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതേസമയത്ത് പല നേതാക്കളും രാഘവ് ചദ്ദയെ തള്ളിപ്പറയുന്നുണ്ട്. കാരണം അക്കാഡമിക് നിലവാരത്തിലുള്ള പല
ബുദ്ധിജീവികളും അവരൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു അക്കാഡമിഷ്യൻ BBC-ക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞത് രാഘവ് ജദ്ദ ഒരു സോഷ്യൽ മീഡിയ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് പഞ്ചാബിലെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിട്ടോ ബന്ധമുള്ള ഒരു യുവ നേതാവല്ല അദ്ദേഹം, മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മന്ത്രിസഭാ പ്രാതിനിധ്യം കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്ന ആളുകളും അക്കാഡമിക് നിലവാരത്തിലുള്ള ആളുകളൊക്കെ തന്നെ അങ്ങനെ ചില അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറയുന്ന പേരുകളിൽ മറ്റൊന്ന് ഹർദീപ് സിംഗ് പുരിയാണ്. പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് മന്ത്രിസഭാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആ പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച മന്ത്രിയാണ് ഹർദീപ് സിംഗ് പുരി. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേസമയത്ത് സിഖ് നേതാവായ ഹർദീപ് സിംഗ് പുരിക്ക് പകരം മറ്റ് സിഖ് നേതാക്കന്മാരെ, ഈ പുതുതായിട്ട് പാർട്ടിയിലേക്ക് വന്ന സിഖ് നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുപേക്ഷണീയമാണ്. കാരണം പാർട്ടി പുതിയ അധ്യക്ഷൻ്റെ കീഴിലാണ് വരുന്നത്. പാർട്ടിയിലേക്ക് നിലവിൽ മന്ത്രിസഭയിലുള്ള പലരെയും പാർട്ടിയിലേക്ക് കൊണ്ടുപോകാനും പാർട്ടിയിലുള്ള ചിലരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. BJP ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ, അദ്ദേഹം ഈ അടുത്താണ് രാജ്യസഭയിലേക്ക് വന്നത്. അദ്ദേഹത്തെയും മന്ത്രിയാക്കും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഏതായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരൊക്കെയായിരിക്കും പുതിയ മന്ത്രിമാരെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും.